ഭാഗമായി ഉണരാം ലഹരിക്കെതിരെ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ശിവഗിരിയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്രയ്ക്ക് ഇവിടെ വെഞ്ഞാറമൂട് എത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്വീകരണത്തിൽ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മളോട് സംസാരിച്ച ജന്മഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ക്ഷേത്രീയ കാര്യവാഹുമായ ശ്രീ എം രാധാകൃഷ്ണൻ അവർകൾ, സംഘത്തിന്റെ സഹ ജില്ലാ സംഘചാലകായിട്ടുള്ള ശ്രീ കുരിയക്കോട് മോഹൻജി, ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ രജികുമാർ, ശ്രീ യുവരാജ് ഗോകുൽ, മറ്റ് ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ജന്മഭൂമിയുടെ പ്രവർത്തകർ, മറ്റ് പൊതുസമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഇവിടെ എന്നെ ശ്രവിക്കുന്ന മറ്റ് ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാർ, എല്ലാവർക്കും എന്റെ നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജന്മഭൂമിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങള് ജന്മഭൂമിയുടെ പ്രത്യേകതയോട് സൂചിപ്പിക്കുന്ന തരത്തിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ആ പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ഈ സുവർണ ജയന്തി ആഘോഷം ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള തരത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമമാണ് ജന്മഭൂമി. അതോടൊപ്പം ഈ നാടിന്റെ നന്മയും ഈ നാടിന്റെ പാരമ്പര്യവും സംസ്കാരവും കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുതകുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ജനാധിപത്യത്തിന്റെ 5ാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തനം നമ്മുടെ ഇടയിൽ നടപ്പിലാക്കിക്കൊണ്ട് ജന്മഭൂമി നിറവേറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന സന്ദർഭത്തിലുള്ള ഈ ആഘോഷങ്ങൾ കേവലം ആഹ്ലാദിക്കാനുള്ള അവസരം എന്നുള്ളതിനപ്പുറത്ത് ജന്മഭൂമി 5 പതിറ്റാണ്ടായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാൻ വേണ്ടി മാത്രമുള്ള അവസരം എന്നുള്ളതിനപ്പുറത്ത് ഈ നാടിന്റെ നിലവിലുള്ള സാഹചര്യങ്ങളെ വിലയിരുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പരിപാടികളാണ് ഇന്നിവിടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവഗിരിയുടെ മണ്ണിൽ നിന്നാണ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഭൗതിക ജീവിത കാലഘട്ടത്തിൽ കേരളത്തിന് നൽകിയ സന്ദേശം ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശമായിരുന്നു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നാണ് ഗുരുദേവൻ അന്ന് കേരളത്തിലെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. മദ്യമെന്ന് പറഞ്ഞാൽ കള്ളോ ചാരായവും മാത്രമല്ല, ബുദ്ധിയെ വികലമാക്കുന്നതെല്ലാം മദ്യം എന്നുള്ള നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാണ് ഗുരുദേവന്റെ വചനങ്ങളെ അപഗ്രഥിച്ചിട്ടുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ നിലയിൽ
ബുദ്ധിയെ വികലമാക്കുന്ന ഏത് വസ്തുവും മദ്യം എന്നുള്ള വകുപ്പിൽ അതിനെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ കണക്കാക്കിയാൽ ഇന്ന് ബുദ്ധിയെ ഏറ്റവും കൂടുതൽ വികലമാക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരായിട്ടുള്ള പ്രചരണവും കേരളീയ സമൂഹത്തെ അതനുസരിച്ച് ചിന്തിക്കാനുള്ള പ്രേരണയുമാണ് ഗുരുദേവൻ നൽകിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മദ്യത്തിന്റെ വിപത്തുകളെക്കുറിച്ച് വെഞ്ഞാറമൂട്ടിലുള്ള ജനങ്ങളോട് മറ്റാരും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഇന്നും ഏറ്റവും വലിയ ഒരു നീറുന്ന ഓർമ്മയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രദേശത്ത് 5 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ 5 പേരെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഒന്നിനു പിറകെ ഒന്നായി തന്റെ കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത ആത്മബന്ധമുള്ളവരുമൊക്കെ ആയിട്ടുള്ള ആളുകളെ ഒന്നിനു പിറകെ ഒന്നായി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു. ബുദ്ധിവികലമായിട്ടില്ലാത്ത ഒരാൾക്കും അത് ചെയ്യാൻ സാധ്യമല്ല. അതാ ചെയ്ത ആളുടെ സ്വബോധത്തോടുകൂടി ചെയ്തതാണ് എന്ന് ആർക്കും കരുതാനും സാധ്യമല്ല. പക്ഷേ അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് കൂടിയുണ്ട്. നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിച്ചു. കുറ്റിപ്പുറത്ത് 10 പേർക്ക് കുത്തിവെപ്പ് നടത്തിയതിന്റെ ഫലമായിട്ട് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് നടത്തിയ ഈ മയക്കുമരുന്ന് ഉപയോഗം, അതിന്റെ ഫലമായിട്ട് 10 പേർക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ, ആ രോഗങ്ങൾ ബാധിച്ചു എന്നുള്ളത്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് മയക്കുമരുന്നുകളുടെ ഉപഭോഗം, ആ ഉപഭോഗം ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് എല്ലാവർക്കും ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരുകൾ അതിനെതിരായിട്ട് നിയമം മൂലം നിരോധിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാരുകളുടെ മാത്രം പരിശ്രമം കൊണ്ട് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള വിപത്തുകൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സർക്കാരുകളുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. എല്ലാ സർക്കാരുകൾക്കും ഉണ്ട്. അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നതിനപ്പുറത്ത് നമ്മുടെ ജനസംഖ്യയുടെയും നമ്മുടെ സമൂഹ ജീവിതത്തിന്റെയും ഒക്കെ പ്രത്യേകതകളുടെ ഫലമായിട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം, ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് തുടങ്ങേണ്ടത്. സാധാരണഗതിയിൽ നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാലയത്തിലാണ്. പക്ഷേ വിദ്യാലയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് അവരുടെ കുടുംബത്തോടൊപ്പമാണ്. വിദ്യാലയങ്ങളിൽ ഒരുപക്ഷെ രാവിലെ 9:30 10 മണിക്കോ തുടങ്ങി 3:30 4 മണിക്കോ ആണ്, അതുവരെയുള്ള സമയമാണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത്. അതായത് ഒരു ദിവസത്തിന്റെ 1/4 ഭാഗം മാത്രമാണ് വിദ്യാലയങ്ങളിലുള്ളത്. 3 ഭാഗം കുടുംബത്തോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറെ വലുതാണ്. അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഏത് പ്രവർത്തനവും, ആ പ്രവർത്തനം തുടങ്ങണമെങ്കിൽ അത്
നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്നാണ് അതിന് തുടക്കം കുറിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ, ആ കുട്ടികൾ എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ വഴിതെറ്റിപ്പോകുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ ഈ തരത്തിൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന വ്യക്തികളായിട്ട് മാറുന്നത്, സമൂഹത്തിന്റെ തന്നെ ശത്രുവാകുന്ന തരത്തിലുള്ള പെരുമാറ്റത്തിന്റെ ഉടമകളായിട്ട് മാറുന്നത്, ഇത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ, ആ പരിഹാര മാർഗങ്ങളും കണ്ടെത്താനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ഈ സമൂഹത്തിലെ മുതിർന്നവരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ, കുടുംബത്തിലെ മുതിർന്നവരുടെ, മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളുടെ അവരുടെ ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ വളരെ വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികള്, ആ കുട്ടികള് കാണിക്കുന്ന ചെറിയ തെറ്റുകൾ, ആ ചെറിയ തെറ്റുകൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം കാരണം അതൊക്കെ മറച്ചു പിടിക്കുന്ന ഒരു രീതി, ആ രീതി ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ നല്ലവനാണ്, എന്റെ മകൾ നല്ലവളാണ്, മറ്റുള്ളവരെ പോലെയുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ അവൾക്കോ അവനോ ഇല്ല എന്ന് ധരിക്കാനാണ് ഓരോ മാതാപിതാവും ആഗ്രഹിക്കുന്നത്. വസ്തുതകൾ അറിഞ്ഞാലും ആ വസ്തുതകളുടെ ഗൗരവം, ആ ഗൗരവം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും അതിന് പരിഹാര മാർഗം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ വരുത്തുന്ന കാലതാമസവും വീഴ്ചയും, ആ കാലതാമസവും വീഴ്ചയുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമാകുന്നതിനും ഇത് വർദ്ധിക്കുന്നതിനും ഇടയാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഓരോ കുടുംബത്തിൽ നിന്നും ആരംഭിക്കുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജന്മഭൂമി തുടങ്ങിയിട്ടുള്ള ഈ പ്രചരണം, ഇത് കേവലം ജനബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ ഈ കാര്യത്തെക്കുറിച്ച്, ഈ വിപത്തിനെ കുറിച്ച് ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ജന്മഭൂമി ശ്രമിക്കുന്നത് ഒരു തിരി കൊളുത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രമാണ്. ആ തിരി അനേകം വീടുകളിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, ആ പരിശ്രമം നടത്തേണ്ടത് അത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. അങ്ങനെ ഈ സമൂഹം നേരിടുന്ന ഈ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള പോരാട്ടം, ഈ സമൂഹത്തെ കാർന്നു നിൽക്കുന്ന ഈ മഹാവിപത്തിനെ അറിഞ്ഞു വരുത്താനുള്ള പോരാട്ടം, ഈ നാടിന്റെ തന്നെ ഭാവിയെ, ആ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങാനുള്ള പ്രതിജ്ഞയെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശപഥമെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഇന്നത്തെ ഈ യാത്രയുടെ ഫലമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വരാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.